പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ആദ്യമായിട്ട് പാടിയത് ഏത് പാട്ടാ? ഉപകാരം. അതാണോ? അതൊന്നൊന്ന് കേട്ടാലോ? ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ, നമ്മുടെ കൽബെന്തിനാ, മുല്ലപ്പൂ മണക്കാത്ത മൂക്കെന്തിനാ. എല്ലാ സ്ഥലങ്ങളും അടക്കി ഭരിച്ചിരുന്ന പാട്ട് പാടിയ ഒരാളാണ് ഇരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേസ്, അല്ലെ? അറിഞ്ഞിരുന്നില്ല ഞാൻ. ആ സമയത്ത് ആർക്കും ആരാ പാടിയെന്നുള്ളൊരു കാരണം ഞാൻ ആ സമയത്ത് ആൽബങ്ങളിലൊന്നും ആക്ടിങ്ങോ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. വെറും പാടുക. ആ സമയത്ത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം, അലിവോടെ തോന്നിയതെല്ലാം അറിയിച്ചതെന്തേ, മറക്കുവാനാണേ സഖി നീ പ്രണയിച്ചതെന്തേ. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. ഇക്കാക്ക ഏതെങ്കിലും പാട്ട് പാടി തരാറുണ്ടോ? ഇക്കാക്ക പാട്ട് പാടി തരാറുണ്ടോ? ഭയങ്കര പ്രാക്ടീസ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് അവൾ എഴുതും. ഓക്കെ. जिस पर शहरियत बगच हागरे दूरे छूने बुमाजरे माजरे माजरे गच हागरे गच हागरे. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഒരു മ്യൂസിക്കൽ ഫാമിലിയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇപ്പം ഹൈലൈറ്റ് ഒക്കെ കണ്ട നിങ്ങൾക്ക് അവരാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഉമ്മയും ഉപ്പയും മക്കളും ഒക്കെ പാട്ടിൻ്റെ രാജാക്കന്മാരാണ്. സോ നമുക്ക് വെൽക്കം ചെയ്യാം നിസാം, മെഹർനിസ, നൂറി ആൻഡ് സിഫ്രാൻ. ഹലോ. ഹായ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫാമിലി മൊത്തം പാട്ടുകാര്, ഇത് എങ്ങനെ കാരണം നിസാമുക്ക് ഓൾറെഡി പാടും, അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പാടുന്ന ഒരാളെ തന്നെ കിട്ടി? അതല്ല, ഞാൻ എന്താ പറയാ, ഞാൻ പാടുന്ന സമയത്ത് ഞാൻ ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ പാടുമായിരുന്നു. അപ്പൊ പയ്യന്നൂര് തായനേരി അവിടെ നമ്മളൊരു അസീസ് ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അവരുടെ സ്റ്റുഡിയോയിലായിരുന്നു ആ സമയത്ത് പാടി വന്നത്. അവിടെ റെക്കോർഡിങ് പാരഡിയാണ്. ആ സമയത്ത് ഇങ്ങനെ ആശംസ പാട്ടുകൾ പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടും. അതിലൂടെയാണ് വന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ പാടുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഞാനും അതേപോലെ പാടാൻ വേണ്ടി പോയതാ. പാട്ട് നമ്മൾക്കൊരു ഇതൊക്കെ പ്രാക്ടീസ് ഒക്കെ കിട്ടുന്നത് പോലെ ഈ സ്കൂൾ വെക്കേഷൻ ടൈമില് വീട്ടില് വല്ലാണ്ട് എല്ലാരും കൂടി ബുദ്ധിമുട്ടിക്കുമ്പോ ഉമ്മ എന്നാ ഈ പാട്ടെങ്കിലും ഒന്ന് കറക്റ്റ് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടുവിട്ടു. അങ്ങനെ അവിടെ നിന്ന് കണ്ടതാണ് ഇച്ചുക. ഞാന് ഇച്ചുക എന്നാ വിളിക്കുക. അപ്പോൾ ആളങ്ങനെ കണ്ടത്. ആള് തളിപ്പറമ്പിലാണ്. അപ്പോൾ അവിടെയാണ് പയ്യന്നൂരാണ് പഠിച്ചതും പാട്ടും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കണ്ടു. ചെറുതിൽ കണ്ടതാണ്. പിന്നെ അത് വലുതായപ്പോ അങ്ങ് ഇഷ്ടമായി മാറി. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 2 കുട്ടികളായി. അപ്പൊ അതിൽ അവരങ്ങ് പാടി. ആദ്യമായിട്ട് പാട്ട് കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ടെ? പാട്ടിലാണോ വീണത്? പാട്ടിലൊന്നല്ല, കാരണം ഞാൻ പാടുന്നുണ്ടല്ലോ, അതുകൊണ്ട് പാട്ടില് അങ്ങനെ ഒരു ഇതില്ല. എന്തോ ഒരു ഇഷ്ടം തോന്നി, അത്ര ഇഷ്ടമാണെന്നൊക്കെ. എന്തോ ഒരു ഇഷ്ടം. എന്താ ഇഷ്ടം? അതെന്ത് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് ഇൻഷുകാരെ ചിരി ഭയങ്കര ഇഷ്ടം. അത് തന്നെയാ, ചിരിയിലാണ് വീണത്. തിരിച്ചപ്പോ എന്താ? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് ചെറുതിലേ കണ്ടു, ഒരു കളിക്കൂട്ടുകാരെ പോലെ. അങ്ങനെ ആ രീതിയിലായി. കുറച്ച് കഴിഞ്ഞപ്പം അതൊരു ഇഷ്ടത്തിലേക്ക് വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് സ്റ്റുഡിയോയിൽ പാടുന്ന സമയത്ത് ഞാൻ
വെറുതെ തമാശക്കൊക്കെ പറയായിരുന്നു. കടലാസിനെ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ മാലയൊക്കെ ആയിട്ട് ഞാൻ വെറുതെ ആ രീതിയിലൊക്കെ ഞാൻ മാല കിട്ടുന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അതൊക്കെ ഒരു കളിയായിട്ട് ആ അതൊക്കെ സമയത്ത് തമാശയായിട്ട് ഒരു നമ്മൾ ഒന്നിച്ചിട്ടുണ്ടാകും കുറെ കുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാകുമ്പോൾ ഒരു ഇതുണ്ടാവല്ലോ, ആ ഒരു രീതിയിൽ പോയതാ. പിന്നെ അത് പഠിച്ച രീതിയിലേക്ക് അത് കാര്യമായി. അതെ. ഓക്കെ. ഇത് തോന്നുന്നു ഒരു സ്റ്റാർ അല്ലേ, ഇപ്പൊ മോൻ മാത്രല്ലേ ആക്ടിങ്ങിലേക്ക് വന്നേക്കുന്നേ? മോനെ ഫിലിമില് സിനിമയിലൊക്കെ എന്താ മിണ്ടാത്തേ? എങ്ങനെയുണ്ട് ആക്ടിംഗ് ഒക്കെ? എങ്ങനെയുണ്ട് ഇപ്പം? സൗബിൻ ക അവരുടെ ഫിലിമിൽ അഭിനയിച്ചു, ടൊവിനോന് കൂടെ അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാരും അടിപൊളിയാണ്. അമ്പിളിന്റെ ഷൂട്ടിങ് മണാലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കുളു മണാലി. അവിടെ നല്ല ഹെയറൊക്കെ ഏകദേശം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു പൂമര എന്നുള്ള പാട്ട് അതിൽ നമ്മള് ജസ്റ്റ് അവൻ അന്നേരം ചെറുതിലിങ്ങനെ മൂളുമായിരുന്നു പാട്ട്. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുതിലെ പാടുമായിരുന്നു. അപ്പോൾ നമ്മള് പാടുന്നത് കൊണ്ട് എല്ലാരും പറയും എന്തായാലും മോൻ പാടും എന്നുള്ളതിൽ തന്നെ ആയിരുന്നു. അപ്പൊ നമ്മള് ചോദിച്ചാ പാടുമായിരിക്കും. പിന്നെ അവരിങ്ങനെ ചെറുത് സംസാരിക്കാൻ തുടങ്ങുന്ന ടൈമില് പാട്ട് പാടുമായിരുന്നു, ഇങ്ങനെ മൂളാനൊക്കെ തുടങ്ങി. പിന്നെ അത് പാടുമ്പോൾ നമ്മൾ വലിയ കാര്യമൊക്കെ എടുത്തില്ല. അപ്പൊ സ്കൂളിൽ ചേർത്തപ്പോൾ സ്കൂളിൽ നിന്ന് പിന്നെ പ്രയറിനൊക്കെ ടീച്ചേഴ്സൊക്കെ പിന്നെ പാടിക്കൊക്കെ ചെയ്തു. നമ്മൾ അന്നേരം വലിയ കാര്യങ്ങൾ, കാരണം നമ്മൾ പാടുന്നതാണല്ലോ, അതിങ്ങനെ പാടി പോകുന്നത് ആ ഒരു മൈൻഡിൽ അത് വലിയ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ പാടണം എന്നുള്ള നിർബന്ധം അങ്ങനെയൊന്നുമില്ല. അപ്പോഴാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവൻ നന്നായിട്ട് പാടും. നമ്മൾ പാടട്ടെ എന്നുള്ള രീതിയിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന LKG അവനെ പ്രയർ, കാരണം വലിയ കുട്ടികളാണ് സാധാരണ പ്രയറിന് വിളിക്കാറ്, പക്ഷെ ഇവനെ മെയിനായിട്ട് സ്കൂളിൽ നിന്ന് ആ ടൈമിലൊക്കെ വിളിച്ചു. അങ്ങനെ ആനുവൽ ഡേന്റെ സമയത്ത് അവർ പറഞ്ഞൊരു പാട്ട് പാടിക്കാൻ പറ്റും. അപ്പൊ ഒരു ഓണപ്പാട്ട്, അതുപോലെ മണിച്ചേട്ടന്റെ മിന്നാമിനി എന്നുള്ള പാട്ട് പാടിച്ചു. അതാണ് അവൻ ഫസ്റ്റ് പാടുന്നത്. ആ പാട്ടാണ് പാടിയത്. അപ്പൊ നമ്മളതൊരു CD-യിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമില്. അന്നേരമാണ് ഈ ഒരു പൂമരം എന്നുള്ള ഫിലിമിൽ പാട്ട് ഇങ്ങനെ വന്ന് എല്ലാവരും അതിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പാടി ഇടുന്നുണ്ട്. എല്ലാവരും കവർ സോങ് ഇങ്ങനെ വെറുതെ പാടുന്നുണ്ട്. അപ്പൊ വെറുതെ ഒന്ന് പാടിപ്പിച്ചത്. അപ്പൊ ആ സ്റ്റുഡിയോ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തിട്ടൂടെ എന്നുള്ളത് ചോദിച്ചപ്പോ വെറുതെ അങ്ങ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തതാ. ഒരു ഈവനിങ് ടൈമിൽ നമ്മളത് പോസ്റ്റ് ചെയ്തു. രാവിലെ പിന്നെ എല്ലാവരും പിന്നെ അത് ന്യൂസിലൊക്കെ വന്നു. നമ്മളൊക്കെ വിളിച്ചു പറയാം, ന്യൂസിലുണ്ട് ഇങ്ങനെ മോന്റെ പാട്ടൊക്കെ കാണിക്കുന്നത്. നമ്മളതിന്റെ കോറസ് പോർഷൻ നമ്മൾ തന്നെയാ പാടുന്നത്. അപ്പോ ആ ടൈമിൽ എല്ലാരും പറഞ്ഞ് പിന്നെ നമ്മളെ ജോർജ് ആ ടൈം അന്നേരം ഇങ്ങനെ ഇതൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഫിലിം ഫീൽഡിൽ നിന്നൊക്കെ എല്ലാവരും ഷെയർ ഒക്കെ ചെയ്യുമ്പോൾ സിനിമയിലുള്ള ആൾക്കാർ ചെയ്തു, കാളിദാസൻ അവരൊക്കെ എല്ലാവരും ഷെയർ ചെയ്തു. അങ്ങനെ എറണാകുളത്തേക്ക് വന്നു. അവന്റെ ബർത്ത്ഡേ 4ാമത്തെ ബർത്ത്ഡേ അവിടെ നിന്നാണ് ആഘോഷിച്ചത്. 5ാമത്തെ ബർത്ത്ഡേ അല്ലേ? 5ാമത്തെ ബർത്ത്ഡേ. അങ്ങനെയാണ് നമുക്ക് അതൊന്ന് കേൾക്കാല്ലേ? തീർച്ചയായിട്ടും. ഞാനും എൻ്റാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എൻ്റാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ച് നോക്കി. ഞാനും എൻ്റാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു പാട്ടാണ് ആദ്യമായിട്ട് അവൻ പാടിയത്. അത് കണ്ടിട്ടാണ് നമ്മൾ അമ്പിളിയിലേക്കുള്ള ഒരു ഇത് വിളിക്കുന്നത്. ഫസ്റ്റ് ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലാണ് ഫസ്റ്റ് വിളിച്ചത്. അത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് പാടിയത് മിന്നാമിനി മുന്നിയ ആ ഒരു സോങ് ആണ് മണിച്ചേട്ടന്റെ. അവന് ഫസ്റ്റ് അഭിനയിക്കുന്ന പടം എന്ന് പറയുന്നത് നമ്മളെ മണിച്ചേട്ടന്റെ വിനയൻ സാറിന്റെ മണിച്ചേട്ടന്റെ ആ ഒരു കഥ പറയുന്ന ആ ഒരു പടത്തിലായിരുന്നു. അത് വലിയൊരു കാര്യമായിട്ട് തോന്നി. എന്താണ് നൂറിയുടെ വിശേഷങ്ങൾ? എത്ര പാട്ട് പാടി? കൊറേ പാടി. പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അങ്ങനെയില്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടം. ആദ്യമായിട്ട് പാടിയത് ഏത് പാട്ടാ? ഉപകാരം. അതാണോ? അതൊന്നൊന്ന് കേട്ടാലോ? അത് നമ്മള് ഫാമിലി ആയിട്ട് പാടിയൊരു അതിലാണ് മോള് ഫസ്റ്റ് പാടുന്നത്. ഒരു കൊറോണ ടൈമില് ആ സമയത്ത് എന്താ പറയാ കലാകാരന്മാരൊക്കെ പാട്ട് അതൊക്കെ എന്താ പറയാ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ ആ ഒരു പാട്ട് വേറൊരു സൂഫി വര്യൻ പാടിയൊരു പാട്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ നമ്മളതൊരു ഓർക്കസ്ട്രേഷന്റെ ലെവലിലൊന്ന് ചെയ്താല് ഭംഗിയാണെന്ന് പിന്നെ ഇഞ്ചുക്ക് ആദ്യം പാട്ട് വെറുതെ ഇങ്ങനെ ലിറിക്കൊക്കെ ഇങ്ങനെ എഴുതി വെക്കുമ്പോ ഞാൻ പറഞ്ഞു ഇതൊക്കെ വെറുതെ പാടണം, എന്തിനാ പാടുന്നത്, ഇത് പാടിയ ശരിയാവുന്നൊക്കെ ആദ്യം പറഞ്ഞില്ല, നമുക്ക് പാടി നോക്കാം, ചിലപ്പോ ആൾക്കാർ ഏറ്റെടുത്താലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വെറുതെ പാടിയാണ് ആ ടൈമില്. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ അപരാധം പറയുന്ന നാവെന്തിനാ അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ നമ്മുടെ കൽബെന്തിനാ മുല്ലപ്പൂ മണക്കാത്ത മൂക്കെന്തിനാ മുർത്തദ്ദായി പോകുന്ന വാക്കെന്തിനാ മുല്ലപ്പൂ മണക്കാത്ത മൂക്കെന്തിനാ മുർത്തദ്ദായി പോകുന്ന വാക്കെന്തിനാ വിശപ്പെന്തെന്നറിയാത്ത വയറെന്തിനാ വിഷമങ്ങൾ അറിയാത്ത സുഹൃത്തെന്തിനാ നമ്മുടെ സുഹൃത്തെന്തിനാ ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ അപരാധം പറയുന്ന നാവെന്തിനാ അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ നമ്മുടെ കൽബെന്തിനാ. അടിപൊളി. നിങ്ങളമ്മ വീട്ടിലിങ്ങനെ ഫുൾ ടൈം ഒന്നിച്ച് കൂടുമ്പോ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി അങ്ങനെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഫുൾ ടൈം ഒന്നും അല്ല, അത് ചില തെറ്റായത് നമ്മൾ ചിലപ്പോ അറിയാണ്ട് പാടിയിട്ട് മോളുമ്പൊക്കെ പറയും നിങ്ങൾ വീട്ടിലെല്ലാരും, കാരണം ഒരാൾ പാടുമ്പോ അത് പിന്നെ ആ ഒരു ദിവസം ആ ഒരു പാട്ട് മാത്രമായിരിക്കും, ചിലപ്പോ ട്രെൻഡിൽ നിൽക്കുന്ന ഏതെങ്കിലും പാട്ടായിരിക്കും. അപ്പൊ എല്ലാരും ചോദിക്കും നിങ്ങൾ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും പാട്ട് പാടുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമ്മള് വീട്ടിലെത്തി നമ്മളെ കാര്യങ്ങള് ചില ടൈമില് നമ്മൾ ഇരിക്കും, ചില സമയത്തെല്ലാം ഇരുന്നിട്ട് ചിലപ്പോ സിഫ്റ് വന്ന് പെടും. സിഫ്റ് ചിലപ്പോ ചില പാട്ട് പാടുമ്പോ ഇഞ്ചുക്കാൻ്റെ അടുത്ത് പെട്ടുപോലാ. അപ്പൊ ഇവൻ അറിയാണ്ട് ചില പിച്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്ത് വരിക്കും, പിച്ചാടിയപ്പോ ഇപ്പൊ പിടിക്കും, പിന്നാടി ഇരുത്തി പഠിപ്പിക്കും. ഈ ഉമ്മമാപ്പ എങ്ങനെയാ പാട്ട് ഒഴിച്ചു നിർത്തിയാൽ എങ്ങനെയാ വഴക്കു പറയാ തല്ലാറൊക്കെ ഉണ്ടോ കുരുത്തക്കേട് കാണിക്കുമ്പോ പഠിച്ചില്ലെങ്കിൽ? അങ്ങനെയൊന്നുമില്ല, ഇടക്ക് മാത്രം. ഏറ്റവും പാവാറ് ഉമ്മയാണോ വാപ്പയാണോ? ഓരോ സമയത്ത് ഒരാളെ വിളിക്കവര്. അപ്പൊ ഉമ്മ ചിലപ്പോ എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോ എല്ലാം എന്റെ അടുത്ത് വരും. പക്ഷെ പപ്പ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പിടിയാന്ന് ദേഷ്യം പിടിക്കൂല. അത് അങ്ങനെയല്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ തല്ലു, അങ്ങനെ തല്ലാനുള്ള അവസരങ്ങൾ ഇവരിൽ കുറവാണ്. വലിയ കുരുത്തക്കിടന്നു ഇല്ല. എനിക്ക് മറ്റു കുറെ സ്ഥലത്ത് പോകുമ്പോൾ ചില കുഞ്ഞുങ്ങളെ കുരുത്തക്കിടണമ്പോ ഞാൻ വിളിക്കും ബെറ്റർ ആണ് ഇവര്. അങ്ങനെയൊന്നുമില്ല, അവരെ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് പോകുന്ന ആ ഒരു പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാലും നമ്മള് സ്കൂളൊക്കെ ലീവ് ആയി കഴിഞ്ഞാൽ ഇവര് സ്റ്റഡീസ് ചെയ്യും. വലിയ കുഴപ്പമില്ല. ഇല്ല. മോൾക്ക് ആക്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ആക്ടിങ് സിനിമയില് ഇഷ്ടാണോ? ആരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം? മമ്മൂക്ക. മമ്മൂക്കാരോട് അഭിനയിക്കാൻ പറ്റും, കാരണം മമ്മൂക്ക ഒരു ദിവസം എന്തായാലും പറ്റും. മമ്മൂക്കയുടെ എങ്ങനെയാ മോളായിട്ട് അഭിനയിക്കാനാണോ ഇഷ്ടം, ഹീറോയിനായിട്ട് അഭിനയിക്കാനാണോ ഇഷ്ടം?
മോളായിട്ടല്ല. മോളായിട്ട് മറ്റേ റാസ്കലൊക്കെ പോലെ. ഓക്കെ. ഇപ്പൊ ഞാൻ നോക്കുമ്പോ നമ്മളിപ്പോ യൂട്യൂബിൽ കുറെ വീഡിയോസ് നിങ്ങൾ സോങ്സ് ചെയ്യാറുണ്ട്. പക്ഷെ അതല്ലാണ്ട് നമ്മൾ ഒരു കാലത്ത് കോളേജുകളും യൂത്തന്മാരും അല്ലേ എല്ലാ സ്ഥലങ്ങളും അടക്കി ഭരിച്ചിരുന്ന പാട്ട് പാടിയ ഒരാളാണ് ഇരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേസ് അല്ലെ, അറിഞ്ഞിരുന്നില്ല ഞാൻ. അതെനിക്ക് തോന്നുന്നു കോളർ ട്യൂൺ ആണെങ്കിലും ആൾക്കാരുടെ വീടുകളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ പല സ്ഥലങ്ങളിലും ആ പാട്ട് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതെ സംബന്ധിച്ചാല് ആ പാട്ട് പാടിയപ്പം ആ സമയത്ത് ആർക്കും ആരാ പാടിയെന്നുള്ളൊരു അറിയില്ല. കാരണം ഞാൻ ആ സമയത്ത് ആൽബങ്ങളിലൊന്നും ആക്ടിങ്ങോ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. വെറും പാടുക. ആ സമയത്ത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഹീറോയിനൊക്കെ അതൊക്കെ ചെയ്യുന്നത് വേറെ ഇതൊക്കെ വേറെ ആളാണ്. അപ്പൊ ഞാൻ നമ്മൾ ആ സമയത്തൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ ഞാൻ പറയും ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് ചെയ്തൂടെ, അന്നേരം മനസ്സിലാവും നിങ്ങളാണ് ഈ പാട്ടൊക്കെ പാടിയത് എന്നുള്ളത് മനസ്സിലാണെങ്കിൽ എന്തായാലും. കാരണം ആ സമയത്ത് ബാക്കിയുള്ള ആൽബം സിംഗേഴ്സ് കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ മെയിന് അതാണ് അവരൊക്കെ ചെയ്യായിരുന്നു. ആൾക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ചു കാലങ്ങളായിട്ടാണ് എല്ലാം ചെയ്യാനും ഇതൊക്കെ ഇത് വന്നത്. ഒരു മടിയാ അന്ന് വലിയ താല്പര്യമില്ല പാടാൻ. ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകളാണ്. ഇപ്പൊ എനിക്കിപ്പോ തോന്നും ഇത്രയും പാട്ടുകൾ പാടാൻ പറ്റില്ല, അത് ഇത്രയും നല്ല പാട്ടുകൾ പാടാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും പാട്ടുകൾ പാടിയിട്ടുണ്ട് ആള്. ആണല്ലേ? മൊത്തം എത്ര സോങ്സ് കവർ ചെയ്തു? പറയാൻ പറ്റില്ല. ഒരു അന്നേരം കൂടുതലും കോഴിക്കോട്. ആ സമയത്ത് കോഴിക്കോട് സ്ഥിരമായിട്ട് റെക്കോർഡിംഗ് ഉണ്ടാവും ഓരോ ടീമിന്റെ. അന്നെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ഒറ്റ സോങ് അല്ല ഉണ്ടാവും. ഒരു ടീമിന്റെ വർക്ക് എന്ന് വെച്ചാൽ 10 സോങ് ഉണ്ടാവും. അപ്പൊ അതില് അവർ ഓരോ സിംഗേഴ്സിന് 2, 3 അങ്ങനെയൊക്കെ പാട്ട് പാടും. അപ്പൊ ഡെയിലി റെക്കോർഡിങ് രാവിലെ കണ്ണൂരിൽ നിന്ന് കയറും. അങ്ങനെ കാലിക്കറ്റാണ് കൂടുതൽ ഉണ്ടാവുക റെക്കോർഡിങ്. അപ്പൊ അങ്ങനെ ഒരുപാട് വർക്കുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കൊറേ പാട്ടുകള് കൊടുക്കുക. ആ സമയത്ത് കൊടുത്തിട്ട് ഇതാ ട്യൂണ്. ആ സമയത്ത് മ്യൂസീഷ്യൻ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് കേൾപ്പിക്കും. ആ സമയത്ത് ഓരോ വരികളായിട്ട് അങ്ങനെ പാടും. അങ്ങനെയൊക്കെയാണ് ആ സമയത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സോങ് ഒന്ന് കേൾക്കാല്ലേ? ഞാനും അത് കേട്ടിട്ട് കൊറേ നാളായി. തീർച്ചയായിട്ടും. അതെന്റെ പ്രിയ സുഹൃത്ത് എന്താ പറയാ ഷക്കീർ വളക്കയാണ് അതിന്റെ ലിറിക്സ് എഴുതിയത്. അവന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു എന്താ പറയാ അതന്നെ അവന്റെ തന്നെ കഥയാണ്. പാടാം. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. അലിവോടെ തോന്നിയതെല്ലാം അറിയിച്ചതെന്തേ, മറക്കുവാനാണേ സഖി നീ പ്രണയിച്ചതെന്തേ. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. എല്ലാം അറിഞ്ഞിട്ടും എന്നെ നീ പ്രണയിച്ചു, എന്റെ നൊമ്പരങ്ങൾ കേട്ടും ഒരുപാട് സ്നേഹിച്ചു. പിരിഞ്ഞതെന്തേ എന്നോടകന്നതെന്തേ, നിന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അകന്നതെന്തേ. വായൻ സഖിയേ വായൻ സഖിയേ വായൻ സഖിയേ വായൻ സഖിയേ. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. ഞാൻ കൊറേ നാളെ ഈ പാട്ട് കേട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 12th എന്തോ പഠിക്കുമ്പോഴാണ് തോന്നുന്നു റിലീസായത്. അപ്പോൾ ഞങ്ങളൊക്കെ സ്ഥിരം കേൾക്കുമായിരുന്നു. അന്ന് പിന്നെ ഈ ഇത്ര ഒരു ഫെസിലിറ്റി ഇല്ലല്ലോ, ഈ മറ്റേ സ്പോട്ടിഫൈ അതൊന്നുമില്ല. കൂടുതലും എന്താ പറയാ നമ്മളെ കോളർ ട്യൂണ് ഡൗൺലോഡ് ചെയ്തിടും. നമ്മൾക്ക് മൊബൈലും ഇതൊന്നും കൂടുതൽ പഠിക്കുന്ന എല്ലാ ചെറിയ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഉണ്ട്. അപ്പൊ എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ ഈ ഒരു ആൽബം മേഖലയിലേക്ക് അഭിനയിക്കാൻ തുടങ്ങിയത് എന്താ പറയാ തൻസീറിന്റെ ഒരു വർക്കിലാണ്. കുഞ്ഞുമങ്ങളുടെ കല്യാണം അതിലാണ് ഫസ്റ്റ് എന്താ പറയാ ആൽബം മേഖലയിലേക്ക് ഒരു എന്നെ ഒരു എന്താ പറയാ അഭിനയിക്കുന്നതിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുവന്നാണ് തൻസീർ. ഇതല്ലാതെ വേറെ ഏതൊക്കെ സോങ്സ്? ഇപ്പം ചക്കര ചുണ്ടിലും മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്.
മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ തല്ലുമാലയിൽ വന്നിട്ടുണ്ട്. സിനിമകളിലേക്ക് വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഷാഫിക്ക് അത് സിനിമയിൽ എന്താ പറയാ, അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചതായിരുന്നു. എന്നോട് ആ ഷൂട്ടിന്റെ സമയത്ത്, തല്ലുമാലാന്റെ ഷൂട്ടിന്റെ സമയത്ത് മോനുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്നോട് ഷാഫിക്ക് പറഞ്ഞു, ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോ, ഇപ്പൊ ഞാൻ പറയുന്നില്ല, തിയേറ്ററിൽ നിന്ന് കാണുമ്പോ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. അറിഞ്ഞൂടാ, ഈ ഒരു പാട്ട് പോലും നമ്മളെ മൈൻഡിൽ വെക്കുന്നില്ല. തിയേറ്ററിൽ മോന്റെ പടം എന്ന് വെച്ചാൽ നമ്മൾ പോയി കാണാതിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ടിങ്ങനെ വരുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ആ ഒരു സിനിമയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ മ്യൂസിക് നിസാം കാണുമ്പോ സന്തോഷം. ഒരുപാട് സന്തോഷം. ഫിലിമിലൊക്കെ വരുമ്പോ അത് വലിയ കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൽബം സോങ്സ് ഒക്കെ ഫിലിംസിലേക്ക് എത്ര നാളെ കാത്തിരുന്നു, അതൊക്കെ വന്നല്ലോ. ആ സമയത്തുള്ള പാട്ടുകളൊക്കെ ഇപ്പൊ സിനിമയിൽ കൂടി തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ മാപ്പിളപ്പാട്ടും കൂടുതൽ ഏതൊരു ഫിലിം നോക്കി കഴിഞ്ഞാൽ ഒരു മാപ്പിളപ്പാട്ടും അത് ഹിറ്റ് ആവും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് തല്ലുമാലയിലേക്ക് എത്തിയത്? തല്ലുമാലയിലേക്ക് പറഞ്ഞോട്ട് നീ എന്താ പറ, എനിക്കറിയില്ല. ഇത് അമ്പിളി എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയില്ലേ, അപ്പൊ അതിനുശേഷം എന്താ പറയാ, അങ്ങനെ ഒരു ഇത് വന്നപ്പോ അങ്ങനെ കോൾ വന്നതാണ്. അപ്പൊ കണ്ണൂരുള്ള ഒരു കുട്ടീനെ വേണം അവർക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം കണ്ണൂര് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു, കണ്ണൂർ ഷൂട്ട് ഉണ്ടായിരുന്നു, തിയേറ്റർ സീനും അതൊക്കെ. അപ്പൊ ആ സമയത്ത് പറഞ്ഞു, ഒന്ന് മോനിക്ക് ഒരു സീന് അതേപോലെ ഓഡീഷൻ വെച്ച് അങ്ങനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നോട് പിറ്റേന്ന് രാവിലെ പോയി കാണാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പോയി കണ്ട സ്പോട്ടിൽ തന്നെ കാലിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഓക്കെ ആന്ന് പറഞ്ഞു. ഇക്കാക്ക മോളും തമ്മില് വഴക്കിടാറുണ്ടോ? ഇടക്ക് മാത്രം. എന്തിനാ വഴക്കിടുന്നത്? ഇടയ്ക്ക് ഇങ്ങനെ വല്ല ഇവൻ അവളെ പോയിട്ട് ഇങ്ങനെ തോണ്ടും, വെറുതെ തോണ്ടി കളിക്കും. അതിലെ നമ്മൾ പക്ഷെ അതില് പോയിട്ട് ഇടപെടാൻ പാടില്ല. കാരണം 5 മിനിറ്റേ ഉണ്ടാവും. അത് കഴിഞ്ഞപാടെ മോള് അവനെ വിളിക്കുന്ന ഉബ്ബൂന്നാ വിളിക്കുക. ഞാന് വേറെ സംഭവം ഉണ്ട്. ഇവനിപ്പോ അവളെ തോണ്ടിക്കഴിഞ്ഞാല് അവളെ ഒച്ചത്തിൽ കരയും. അപ്പൊ ഞാൻ ചിലപ്പോ എന്തെങ്കിലും പാട്ട് എഴുതുന്ന സമയത്തായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പോകുമ്പോ തന്നെ അവള് മുമ്പിൽ വന്നിട്ട് ഒന്നും. പക്ഷെ ഞാൻ സിഗ്നൽ കൊടുക്കും, പപ്പ വരുന്നുണ്ട്. ചിലപ്പോ ഇപ്പൊ എന്താന്ന് വെച്ചാല് റൂം ലോക്ക് ചെയ്യും. ഇക്കാക്ക ഏതെങ്കിലും പാട്ട് പാടി തരാറുണ്ടോ? ഇക്കാക്ക പാട്ട് പാടി തരാറുണ്ടോ? ഭയങ്കര പ്രാക്ടീസ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് അവള് എഴുതും. എഴുതിയിട്ട് അത് ലിറിക്സ് ഒക്കെ എഴുതിയിട്ട് അവള് പഠിക്കും. ചിലതൊക്കെ അവൻ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ചെയ്യും. ചില സമയത്ത് രണ്ടാളും ഇങ്ങനെ മൂളി നടക്കും. കൂടുതൽ ഹിന്ദി സോങ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാട്ട് പാടി, അത് നല്ല റീച്ച് ആയി. ദിൽഷാദ് എന്നൊരു ആൽബം സോങ് അല്ല, അതൊന്ന് പാടോ? അല്ല, കാശ്മീരി സോങ്. जिस पर शहरियत बगच हागरे दूर छूने बुमाजरे माजरे माजरे गच हागरे पागे दिलस बोश मलोलेश बोले. ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടിയത് ഏത് പാട്ട് പാടിയപ്പോഴാ? സൂപ്പർ നൂറി എന്ന് പറഞ്ഞത്. എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നില്ല. ഉപകാരത്തിനാണല്ലേ? ഓക്കെ. പിന്നെ പെരിയോനെ പാടാൻ പറയല്ലേ? പെരിയോനെ സിഫ്രാനല്ലേ പാടി? ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം കുറച്ച് കഴിഞ്ഞിട്ട്. അതിന് മുന്നേ നമ്മളിപ്പം ഈ ഒരു ഫീൽഡിൽ ഇപ്പം ഇത്രയും ഇയേഴ്സ് ആയിട്ട് നിൽക്കുന്നില്ലേ, കുറെ ഇയേഴ്സ് ആയിട്ട് ആൽബം ഫീൽഡിൽ വന്നല്ലോ. അപ്പൊ കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? എന്താ പറയാ, ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസുകൾ വിദേശത്തൊക്കെ ഒരുപാട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ പ്രേം നസീർ അവാർഡ് മികച്ച ഗായകനുള്ള ഒരു ഇത് കിട്ടി. അതുപോലെ മോനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും
KP അമർ അവാർഡ് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കിട്ടി. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ എന്താ പറയാ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും നല്ല ഷോ ആയിട്ടുള്ള നമ്മുടെ മെട്രോ ഗ്രൂപ്പിന്റെ മെഡിക്കൽ ഗ്രൂപ്പിന്റെ നല്ലൊരു ഷോ ചെയ്യാൻ പറ്റി. ഏകദേശം 10,000-ഓളം ആൾക്കാരുള്ള നല്ലൊരു ഷോ ആയിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഗൾഫ് ഷോകൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാല് നമുക്ക് ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. എവിടെയായാലും നമ്മൾ അത് നമുക്ക് ചിലപ്പോ ഇപ്പൊ ഞാൻ മാത്രമേ പാടുന്ന, അല്ലെങ്കിൽ ഞാൻ ചുഖം കൂടി മാത്രമേ പാടുന്ന, മക്കൾ പാടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മക്കൾ ആരെങ്കിലും ഏൽപ്പിച്ച് പോകണം. ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോ ഇപ്പം ഗൾഫിലൊക്കെ പോകുമ്പോ കൂട്ടി പോകാൻ നമ്മള് ചിലതൊക്കെ കാണാറുണ്ട് അറിയോ, ചില സിംഗേഴ്സ് ഒക്കെ അവരെ നമ്മളെ കൂടെ മക്കളെ കാണുമ്പോ പറയും, അവർക്ക് ഓർമ്മ വരും, നാട്ടിലുള്ള മക്കളെ ആലോചിക്കൊക്കെ വരും. അപ്പൊ നമ്മളോട് പറയും നിങ്ങൾക്ക് അതൊരു ഭാഗ്യമാണ്, എല്ലാരും സ്പോൺസേഴ്സിനോടൊക്കെ പറയുന്നത് കേൾക്കാം, അവർക്കൊരു വിസ എടുക്കാൻ പറ്റുമോ, ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അങ്ങോട്ട് പറയുന്നത്. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇത് നമ്മൾക്ക് ഉണ്ടാവാറില്ല, കാരണം നമ്മളെല്ലാരും അതുകൊണ്ട് ഇവരാക്കി അത് നമുക്ക് നമ്മളെല്ലായിടത്തും ഒന്നിച്ചിട്ടാ പാട്ട്, ഇവിടെ പ്രോഗ്രാമിനായാലും എല്ലാം ഒന്നിച്ചിട്ട് തന്നെ കൂടുതൽ ഫാമിലി ഒന്നിച്ചുള്ള പ്രോഗ്രാംസ് തന്നെയാണ് കൂടുതൽ എടുക്കാറുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞു വെച്ചാൽ ആ പെരിയോനെ കൂടി ഒക്കെ ഇട്ടാൽ പെരിയോനെ റഹ്മാനേ പെരിയോനെ റഹീ പെരിയോനെ റഹ്മാനേ പെരിയോനെ റഹീ അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇന്നിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോനെ റഹ്മാനേ പെരിയോനെ റഹീ പെരിയോനെ റഹ്മാനേ പെരിയോനെ റഹീ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പോ 13 വർഷം. 13 വർഷമായി, 2 കുട്ടികളായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ അന്ന് ഈ ആദ്യ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു കാണുമല്ലോ, ഈ പാട്ട് പാടുന്നവന് കല്യാണം കഴിച്ചു കൊടുത്താൽ എന്ത് കിട്ടും, എങ്ങനെ ജീവിക്കും, അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർക്ക് ഓൾറെഡി ഇപ്പൊ നിങ്ങളുടെ ലൈഫ് അവരൊക്കെ യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും. എന്നാലും അവരോടൊക്കെ പറയാനായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് എന്തൊക്കെ നേടി? അതല്ല എന്താ പറയാ, നമുക്ക് അറിയാവുന്ന ഒരു പഠിച്ചോൻ തന്നൊരു കഴിവാണ്. ചിലയാള് പറയും അവന്റെ ജോലി എന്താ പറയാ, അവന് പാട്ട് പാടലൊരു ജോലിയല്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് പഠിച്ചോൻ തന്നൊരു കഴിവ്, അപ്പൊ അത് വെച്ചിട്ട് നമ്മളെ ജീവിത മാർഗമായിട്ട് അത് മുന്നോട്ട് പോവാണ്. എന്നുവെച്ചാൽ ആദ്യം കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റയടിക്ക് അങ്ങ് വന്നിട്ട് പാടി ഇതായതോ വൈറലായതോ അങ്ങനെയൊന്നല്ല. ആദ്യമൊക്കെ പാട്ട് പാടുന്ന വെച്ചാൽ ചുക മാത്രമാണ് പാട്ട് പാടാനൊക്കെ പോകുന്നത്. ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മോനെ കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് വെറുതെ എപ്പോഴെങ്കിലും ഒരു ചിലപ്പോൾ ഫീമെയിൽ സിംഗർ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ പോകാറ്, എനിക്ക് ഫീൽഡിൽ അങ്ങനെ നിൽക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു രീതിയിൽ മാത്രമേ പാടാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ ചിലവിൽ അങ്ങ് ജീവിച്ചു പോകുന്നതായിരുന്നു. നമ്മള് ഭയങ്കര ലാവിഷല്ല, നമ്മളിങ്ങനെ ആ ഒരു മിതമായിട്ട് അങ്ങനെ ഭയങ്കര ആർഭാടമായി ജീവിക്കാൻ ഇവരെ പ്രസവിച്ചാൽ തന്നെ നമുക്ക് എന്താ പറയാ, അത് ഈ ഒരു സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അത്രയും ആ രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ണൂർ താമസിക്കുന്ന സമയത്ത്, അവിടെ ഒരു ഫ്ലാറ്റില് താമസിക്കുന്ന സമയത്ത് എന്താ പറയാ, ഇവന് ബിസ്ക്കറ്റ് വാങ്ങാനുള്ളൊരു നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ, നമുക്കൊന്നും നമുക്ക് ഇത്ര കഷ്ടപ്പാട് അത് പറയാൻ ചിലപ്പോൾ എല്ലാവരെയും സമ്മതിക്കണമെന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ എന്റെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ ഇത് അറിയൂല. ഞങ്ങൾ ആ ഒരു വണ്ടി, ഞങ്ങൾക്ക് ഒരു വണ്ടിയുണ്ട്, നമ്മളെ റിറ്റ്സ് വണ്ടിയുണ്ട്. ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പറയാം ഞങ്ങളെ മൂത്ത മോനെന്ന് പറയാം, ഞങ്ങൾ ആ വണ്ടി എല്ലാ കാര്യങ്ങളും ആ കാറിലാണ് നമ്മളെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യും. അന്നേരം എന്നിട്ട്
പിന്നെ മോന് നമുക്ക് ഇവന് വാങ്ങിക്കൊടുക്കുന്ന ഒരു ചെലവിന്റെ പൈസ എന്തെങ്കിലും വേണമല്ലോ. പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഇല്ലാത്തൊരു നമുക്കൊരു മോശം ടൈമും ഉണ്ടാവില്ല ചിലവരുടെ സമയത്തെല്ലാം. അന്നേരം ഒന്നും വഴിയില്ല. അപ്പം വല്ലാതെ കഷ്ടപ്പെട്ട നിങ്ങൾ എന്താ ചെയ്ത്? അസല് നമ്മളെ ഫ്ലാറ്റിലാണ് താമസിക്കുക. അപ്പൊ എന്താ പറയാ, അവിടെ എന്താ പറയാ ഒരുപാട് ആൾക്കാർ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഞാൻ അവര് കാണാതെ എൻ്റെ വൈകുന്നേരം ഞാൻ അതെടുത്ത് എന്റെ വണ്ടിയിൽ വെച്ചിട്ട് അതിന്റെ അടുത്ത് ഞാൻ അവരിതിൽ പറയുന്നത് കാരണം വെച്ചാല് അതൊക്കെ എടുത്തിട്ട് എന്താ പറയാ അന്ന് വിട്ടിട്ട് ആരും അറിയാതെ ചെയ്തിട്ട് ആരും അറിയില്ല. എനിക്ക് തോന്നി ഇപ്പൊ ചിലപ്പോ ഇപ്പഴായിരിക്കും എന്റെ വീട്ടിലോ അല്ലെങ്കിൽ ആളെ വീട്ടിലോ ഇപ്പഴായിരിക്കും അറിയുന്നത്. ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല. നമ്മളത്രയും കുറെ അന്ന് ആ സാധനം വേണ്ട പാട്ട് വേണ്ട ഗൾഫിലേക്കെല്ലാം പോകാനൊക്കെ പറഞ്ഞു വേണ്ട. എന്നെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളാ അത്രയും ഇഷ്ടമാണ് പാട്ട്, ആ ഒരു ഫീൽഡ്, അതുകൊണ്ടാണ് അത്രയും കാലം നിന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ച് എന്നെ എൻ്റെ മോനെയും പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൾഫിലേക്കൊന്നും പോകണ്ട. നമുക്ക് ചിലപ്പോൾ ഒരു സമയം നല്ലത് വരുമായിരിക്കും, നമുക്ക് കുറച്ചും കൂടി ക്ഷമിച്ച് നിൽക്കാന്നുള്ളത് പറഞ്ഞിട്ട് പിന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫ്ലാറ്റിന്റെ ബാക്കിലാണ് വണ്ടി വെക്കുക. അപ്പൊ ഞാൻ ഇവരോട് നീ ഫ്രണ്ടിൽ നിൽക്ക്, ഞാൻ എല്ലാ സാധനങ്ങൾ എടുത്ത് വണ്ടി കാരണം ഇതുവരെ ഒഴിവാക്കിയ സാധനങ്ങൾ കളയാൻ വെച്ചു. ഞാനത് എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി അന്നത്തെ 300-350 അത്യാവശ്യം മോന്റെ കാര്യങ്ങൾ മോളില്ല, മോന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ഒരു വിഷമിച്ച സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ എന്താ പറയാ മോനാ സമയത്ത് 4ാമത്തെ വയസ്സിൽ പാടാൻ അതിനുശേഷമാണ് കേട്ടോ പിന്നെ നമ്മളൊരു ഫാമിലി എന്നുള്ള രീതിയിലേക്ക് ഒരു ഫാമിലി മ്യൂസിക് ഫാമിലി എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രതീക്ഷിക്കേണ്ട മോള് പാടുന്നു. ഉപകാരം എന്നുള്ള പാട്ട് പാടി മോള് വന്നു. ഇവള് പാടുമെന്നുള്ളത് ഞങ്ങൾക്ക് അത്ര വലിയ ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ പാട്ടൊന്നും പാടൂല. നമ്മളെ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. ഒരാൾ പാടുന്നത് മറ്റൊരാളും പാടണം എന്നുള്ള ഉറപ്പൊന്നുമില്ല. പക്ഷെ ഇവളും പാടി. അപ്പൊ അങ്ങനെ പാടി പാടി അതിൽ നിന്ന് കിട്ടുന്ന ഇതുകൊണ്ട് നമ്മളിപ്പോ ഒരു സ്വന്തമായിട്ടൊരു വീട് വെച്ചു. പുച്ഛിച്ച ആൾക്കാർക്ക് അല്ലേ അതെ ഗൾഫിലൊക്കെ പോവൂല, ഗൾഫൊന്നും ഞാൻ കാണൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാട്ടൊക്കെ പാടുന്നതെന്ന് വെച്ചാല് ഇപ്പൊ എല്ലാരും പോകുന്നവരൊക്കെ ചെയ്യണം. അപ്പൊ അന്നേരം പറഞ്ഞു പിന്നെ കാരണം നമ്മളെ വീട്ടിലെല്ലാരും വേണ്ടി താത്താന്റെ ഹസ്ബൻഡ് അവരൊക്കെ ഗൾഫിലാണ്. അപ്പൊ പറഞ്ഞ പാട്ട് പാടുന്ന എന്തായാലും നീ ഇനി ഗൾഫൊന്നും കാണൂല. എന്റെ അവരല്ല മൊത്തത്തിൽ ഫാമിലി എല്ലാരും കസിൻസ് എല്ലാരും അങ്ങനൊക്കെ പറഞ്ഞു. ഇപ്പൊ അതേ ആൾക്കാർ പറയുന്നത് നമ്മളൊക്കെ ചില ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവളെ അവസാനം പോകുന്നത് കാരണം പഠിച്ചോനോട് കാരണം പെരുന്നാളൊക്കെ നാട്ടിൽ നമ്മൾ കൂടിയിട്ടുണ്ട് കുറേ ആയി. അതൊരു പറയുന്നതല്ല കാരണം അങ്ങനെ പറയും. കാരണം നമ്മൾ ആരും പറയരുത്. ഇപ്പൊ നമ്മളിപ്പോ എത്രയും താഴെയുള്ളവരൊക്കെ നാളെ അവരെന്താവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു സെക്കൻഡ് മതി പഠിച്ചോനെല്ലാം മാറ്റി തിരിക്കാൻ അത്രയും സമയം വേണ്ട. അപ്പൊ ഇപ്പോഴും എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ വീടെടുത്ത് വീടിന്റെ കടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ പണിയെടുത്തിട്ട് ഒരു വീടൊക്കെ ആക്കാന്ന് വെച്ചാൽ വലിയ കാര്യമില്ല. മക്കളായാലും എല്ലാരും ഒന്നിച്ചിട്ട് കടങ്ങളുണ്ട്, അതൊക്കെ വീട്ടാം. പ്രോഗ്രാംസുകളുണ്ട്. അപ്പം ഓരോന്ന് ഓരോ ഇങ്ങനെ നമുക്ക് വലിയ സന്തോഷമാണ്. കേൾക്കുന്നവർ എങ്ങനെ എടുക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ നമുക്കത് വലിയ കാര്യമാണ്. അല്ല അത് വലിയ കാര്യമാണ്. നമ്മള് സ്വന്തമായിട്ട് അത് ഏത് പ്രായത്തിലാണെങ്കിലും സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ച ക്യാഷിന്ന് വീട് വെക്കുന്നതൊക്കെ ഭയങ്കര 4 പേര് കൂടിയിട്ടുള്ള മോളടക്കം അത് ഒരുപാട് കഷ്ടപ്പാടിന്റെ തന്നെയാണ് കാണാനുള്ളത്.